ഒരു 1,70,000 കിലോമീറ്റർ ഓടി ഒരു പോളോന്റെ കാർബൺ ക്ലീനിങ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഈജാറിന്റെ പൈപ്പാണ് ഇത്. കംപ്ലീറ്റ് കാർബൺ കയറി അടഞ്ഞു പോയിട്ട് അവിടെ ഒരു ഹോളൊക്കെ ഉണ്ട്. ആ ഹോളൊക്കെ ബ്ലോക്ക് ആയി പോയി. ഞാൻ അപ്പൊ കുത്തിയിപ്പ് തുറന്ന് കണ്ടാണ്ട് നോക്കി, ഇത് കംപ്ലീറ്റ് കയറി ബ്ലോക്ക് ആയി പോയിട്ടാ. ഇതാണ് ഇതിന്റെ അവസ്ഥ. ഇതിനകത്തൊക്കെ കാർബൺ നോക്കിക്കോണേ, കാണുന്നുണ്ടോ? കണ്ടോ? ഇതാണ് അവസ്ഥ. ഇത്രയ്ക്ക് മോശം അവസ്ഥയിലോട്ട് കയറി ബ്ലോക്ക് ആയി പോയിട്ടാ. അപ്പോൾ ഇതാണ് നമ്മുടെ 1,00,000 കിലോമീറ്റർ കൂടുമ്പോഴത്തേക്ക് കാർബൺ ക്ലീൻ എന്ന് പറയുന്നതിന്റെ മെയിൻ കാരണം. അതുപോലെ തന്നെ ഈ ത്രോട്ടിൽ ബോഡി കണ്ടോ? ഈ ത്രോട്ടിൽ ബോഡിയുടെ ബട്ടർഫ്ലൈ വാൽവ് നോക്കിക്കോണേ, അതിന്റെ മേളിൽ നിറച്ച് കാർബൺ കയറിയിട്ട് കംപ്ലീറ്റ് ലോഡായി പോയി. കണ്ടോ? അപ്പോൾ ഇത്രയും കാർബൺ എടുത്ത് കയറി കഴിഞ്ഞാൽ അതിന്റെ വർക്കൊന്നും പ്രോപ്പറായിട്ട് നടക്കില്ല കേട്ടോ. ഫുള്ള് കാർബൺ ആണേ. അതുപോലെ തന്നെ വേറൊരു സാധനം ഇൻലെറ്റ് മാനിഫോൾഡ് കണ്ടോ? ഇതാണ് ഇൻലെറ്റ് മാനിഫോൾഡ്. ഈ മാനിഫോൾഡിന്റെ റണ്ണർ കണ്ടോ? ഈ റണ്ണറിന്റെ മേളിൽ ഫുള്ള് കാർബൺ ആണ്. കണ്ടോ? അപ്പൊ ഇത്രയും കാർബൺ കയറി ഇരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതിനൊക്കെ വെയിറ്റ് കൂടും കേട്ടോ. വർക്കിംഗ് പ്രോപ്പറായിട്ട് നടക്കില്ല. വർക്കിംഗ് പ്രോപ്പറായിട്ട് നടത്തില്ലെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് മൈലേജ്, പെർഫോമൻസ് എല്ലാം നല്ല രീതിക്ക് ബാധിക്കും. അതുപോലെ തന്നെ ഉണ്ടോ EGR, നമ്മുടെ എക്സോസ്റ്റ് ഗ്യാസിനെ തണുപ്പിക്കുന്ന EGR-ന്റെ കൂളറാണോ? ഈ കൂളറിനകത്തോട്ടൊന്നും നമ്മുടെ ഗ്യാസ് കയറി പോയില്ല. ഇത് കംപ്ലീറ്റ് കയറി ബ്ലോക്ക് ആയി പോയി. കണ്ടോ? ഇത് കംപ്ലീറ്റ് കയറി ബ്ലോക്ക് ആയിട്ടാ. അപ്പൊ ഇതൊക്കെ ഇനി അഴിച്ച് ക്ലീൻ ചെയ്യണം കംപ്ലീറ്റ്. ഇതാണ് പറഞ്ഞത് 1,00,000 കൂടുമ്പോഴത്തേക്കും കാർബൺ ക്ലീൻ ചെയ്യണം എന്ന് പറയുന്നത്. ഇത് കംപ്ലീറ്റ് ബ്ലോക്ക് ആണ്. ഇതൊക്കെ ഇനി ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് നല്ല പെർഫോമൻസ്, മൈലേജ് അങ്ങനെ കാലത്ത് നല്ല വ്യത്യാസം വരും കേട്ടോ. ഈ ആരും പോളോയ്ക്ക് മെയിൻ്റെനൻസ് ഉള്ളതെന്ന് പറയേണ്ട. അത് 1,70,000 കിലോമീറ്റർ വണ്ടിയാണ്. കൂടാതെ ഇതിന് ക്ലച്ച് ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. അല്ലാതെ വലിയ വർക്കുകളൊന്നും ഈ വണ്ടിക്ക് ചെയ്തിട്ടില്ല. ആകപ്പാടെ കമ്പനി സർവീസ് ആയിരുന്നു പുള്ളി ചെയ്തുകൊണ്ടിരുന്നത് പുള്ളി. പക്ഷേ ഇവിടെ കമ്പനിയിൽ കാർബൺ ക്ലീൻ ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ കാർബൺ ക്ലീനിങ്ങിന്റെ മെയിൻ ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ കാർബൺ ക്ലീനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ 1,70,000 കിലോമീറ്റർ ഓടിയിട്ട് ക്ലച്ച് മാറിയിട്ടില്ലെന്ന് പോളുണ്ട്. അപ്പോൾ മെയിൻ്റെനൻസ് ഒന്നും എല്ലാവരും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ എല്ലാ വണ്ടികളെ പോലെ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ് ഇതിന്റെ മെയിൻ്റെനൻസ് കേട്ടോ. അപ്പോൾ 1,00,000 കൂടുമ്പോൾ കാർബൺ അഴിച്ച്, അതായത് ഇൻലെറ്റ് മാനിഫോൾഡ് നാളൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്യുക. അപ്പോൾ കാർബൺ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിക്ക് നല്ല പെർഫോമൻസ് ഉണ്ടാവും, മെയിൻ്റെനൻസ് ഭയങ്കര കുറയും കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോളോ ഓണേഴ്സ് ഒക്കെ ഒന്ന് കമന്റ് ഇട്ടോ. ഇതുവരെ പണിയൊന്നും കിട്ടാതെ മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആൾക്കാരൊക്കെ ഒന്ന് കമന്റ് ഇട്ടോ.